അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കോഴ വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. ഈ കാര്യത്തെക്കുറിച്ച് ബഹുമാനനായ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കുമെന്നാണ്. പരസ്യമായി കോഴ വാഗ്ദാനം ചെയ്തു എന്ന് ഓഡിയോ ക്ലിപ്പിംഗ്സിലൂടെ ആ അംഗം ശ്രീ ജാഫർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ഒരു കുതിരക്കച്ചവടത്തിലൂടെ കൈക്കലാക്കിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ജനാധിപത്യത്തിന് ഒരു വ്യക്തമായ ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതി CPMും ഇടതുപക്ഷവും സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ആവശ്യപ്പെടാനുള്ളത്. മറ്റത്തൂർ ഉൾപ്പെടെ താത്വികമായ അവലോകനം നടത്തി പുറത്തുവിട്ട വാർത്തകൾ നമുക്കറിയാം. സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ പറഞ്ഞത്. തൊട്ടപ്പുറത്ത് വല്ലച്ചിറയിൽ നടന്നതിനെ തമസ്കരിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നടത്തിയ അഭിപ്രായ പ്രകടനം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പാർട്ടിയിലെ അംഗങ്ങൾ നടത്തിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി പാർട്ടി നടപടിയെടുക്കുകയും തെറ്റു തിരുത്താത്തവർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമവുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് CPMൻ്റെ അധികാരത്തോടുള്ള ആർത്തിയാണ്. ഗോവിന്ദൻ മാഷ് പറയുന്നത് ഞങ്ങൾക്ക് അധികാരത്തോട് ത്വരയില്ല എന്നാണ്. അധികാരത്തോടുള്ള ആർത്തി, ഈ ആർത്തി മൂത്ത് ഭ്രാന്തായിരിക്കുകയാണ് CPM നേതാക്കന്മാർക്ക്. നാട്ടിൻപുറത്ത് കാരണവന്മാർ പറയും ആർത്തിമൂത്ത് ഭ്രാന്തായിരിക്കുന്നു. അതാണ് ഇവിടെ CPM നേതാക്കന്മാർക്ക് സംഭവിച്ചിട്ടുള്ളത്. 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്യാൻ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? അത് CPM നേതാക്കൾ വെളിപ്പെടുത്തണം. 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആരാണ് ഇതിൽ പ്രസിഡൻ്റായി വന്നത്? CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മഹിളാ ജനാധിപത്യ അസോസിയേഷൻ്റെ വലിയ ഭാരവാഹിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു നഫീസ. അവർക്ക് വേണ്ടിയാണിത് ചെയ്തത്. ചെയ്തു എന്ന് തെളിയിക്കുന്നതിന് മറ്റൊരു ശബ്ദരേഖയും കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ജാഫറിനെ CPMൻ്റെ ഏരിയ സെക്രട്ടറി ബാബു വിളിച്ച് പറയാണ്, പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, പ്രതിഷേധം കോൺഗ്രസ് നടത്തി, മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയുമ്പോൾ അത് ഈ കാര്യത്തെക്കുറിച്ച് അത് ആണയിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലം നിരന്തരമായി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നു. എന്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനെ മുഴുവൻ വലിയ രീതിയിൽ അട്ടിമറിക്കുന്ന രീതിയിലാണ് CPM ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതും കൂടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. ബഹുമാനനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ അക്കര ഇത് വിജിലൻസിൽ പരാതി കൊടുത്തു. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത്ര തിടുക്കത്തിൽ ആ അന്വേഷണം വന്നതെന്ന് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഇത്തരത്തിലുള്ള കാര്യമില്ല എന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൂത്രം കൂടിയാണ്. അതാണെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അന്വേഷണം നടത്തുന്നത് ഇവരുടെ തന്നെ സംവിധാനമായതുകൊണ്ട് അതിലെത്ര കണ്ട് നീതിയുക്തമായ അന്വേഷണം നടക്കും എന്നുള്ള കാര്യത്തിൽ പോലും
ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനം രാജിവെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കൂടെ CPM സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. ആദ്യമേ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രതികരിച്ചത്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീടാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം പ്രതികരിക്കുമെന്ന് കരുതുന്നു. എന്തിനാണ് സംസ്ഥാന സെക്രട്ടറി മുന്ന് പ്രതികരിച്ചത്? അതേ രീതിയിൽ ജില്ലയും പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്. സത്യത്തെ മൂടിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമം നടക്കുന്നു, വലിയ കുതിരക്കച്ചവടം നടക്കുന്നു. ഇത് തന്നെയാണ് മറ്റത്തൂരിലും ഞങ്ങളുടെ സ്വതന്ത്രനായി മത്സരിച്ച് വിമതനായി ജയിച്ച ഔസേപ്പിനെ ഇത്തരത്തിൽ തന്നെയാണ് എടുത്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ കുതിരക്കച്ചവടം നടത്തി ഇത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഭരണ സംവിധാനം, അധികാരങ്ങൾ മുഴുവൻ അവരിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള വലിയ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്. ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സംസ്കാരം CPM ഇന്ന് ഈ സംസ്ഥാനത്തേക്കും കൂടെ എടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളെ പാർട്ടിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറിയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയെ ഞങ്ങളാണ് ഏറ്റവും ആദ്യം നടപടിയെടുത്തത്. മറ്റത്തൂരായാലും ചൊവ്വന്നൂരായാലും പാറളത്തായാലും നടപടി സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നത്. പക്ഷേ ഇവിടെ നടപടിയൊന്നും സ്വീകരിക്കാതെ പാർട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് പുറകോട്ട് പോകണം. ആ വടക്കാഞ്ചേരിയിൽ അഴിമതി പണം കൊണ്ട് എവിടെ നിന്ന് കിട്ടി ഈ അഴിമതി പണം? എവിടെ നിന്ന് 50 ലക്ഷം രൂപ? എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ആരാണ്? ഇതിൻ്റെ നേട്ടം ആർക്കാണ്? സ്വാഭാവികമായും പണത്തിൻ്റെ സോഴ്സ് ആരാണ് ഇതിൽ പ്രവർത്തിച്ചത്? ഏരിയ സെക്രട്ടറി പിന്നീട് സഹായ വാഗ്ദാനം ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതിനു മുൻപായി തന്നെ ജനങ്ങളുടെ മുൻപിൽ CPMൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണം. അല്ലാത്ത പക്ഷം സമര പരിപാടികളിലേക്ക് ഞങ്ങൾ കടക്കും. നാളെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പാർട്ടിയുടെ സമര പരിപാടികളുണ്ട്. തുടർ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.